ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ FB പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ മഞ്ജുമോൾക്ക് ചോറ് കൊണ്ടുപോകണം സ്കൂൾക്ക്. അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ടിൻ്റെ മാവ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ കാണിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ ഇപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിക്ക് ചൂടുള്ള വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടിയിൽ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ വെള്ളം ഇപ്പോൾ പാകമായിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തു. നല്ലോണം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ കുഴച്ചെടുത്തിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നില്ല, ആ വെള്ളം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവ് നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറേ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഗതികേടാണ് കേട്ടോ. നമ്മൾ നൂൽപുട്ട് പീച്ചെടുക്കുന്ന സമയത്ത് നല്ല ബലം പിടിച്ചിട്ട് പിന്നെ പീച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന് ചാടി കിട്ടൂല. പിന്നെ ഞാൻ ഈ ഒരു മരത്തിൻ്റെ അച്ചുകൊണ്ടാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കൽ. ഇതിലാവുമ്പം ചെറിയ നൂലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിക്കാരം, കാണാനും നല്ല ഭംഗിയായിക്കാരം. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഇതാണ് കേട്ടോ ഇഷ്ടം. മറ്റേ ആ തിരിച്ചണ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ, അതിവിടെ ഉണ്ട്. അതുകൊണ്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അത് വണ്ണമുള്ള നൂലേക്കാരം. അപ്പോൾ അതിലേറെ കാണാൻ ഭംഗിയും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഈ ഒരു വണ്ണല്ലാത്ത നൂൽപുട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മരത്തിൻ്റെ അച്ചുകൊണ്ട് നൂൽപുട്ട് പീച്ചെടുക്കുമ്പം ഒരുപാട് ബലം പിടിച്ച് പീച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ, അമർത്തി കൊടുത്താൽ മതി. മറ്റേതാകുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരണ്ടേ, അതും എളുപ്പം തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ അച്ചും ആ അച്ചും ഉണ്ടാകുമ്പോൾ ഈ ഒരു അച്ചിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു 6 പ്ലേറ്റും അതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂൽപുട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് പീച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ആ വെള്ളം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 6 പ്ലേറ്റാണ് കേട്ടുള്ളത്. 6 പ്ലേറ്റിക്കും ഞാൻ ആദ്യം ഇങ്ങനെ പീച്ചെടുക്കും. എന്നിട്ട് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഒരു 3 തട്ടയ്ക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അത് വെന്ത് അടുപ്പത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കുമ്പം ഈ 3 എണ്ണം നമ്മളിവിടെ പീച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ സ്റ്റാൻഡുമ്മക്കാണ് വെച്ച് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് നൂൽപുട്ട് ഉണ്ടാക്കുന്ന പണി തീരും കേട്ടോ, ഇങ്ങനത്തെ 6 പ്ലേറ്റൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കിയത് കടലക്കറിയാണ്. കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തെ തന്നെ. അപ്പോൾ കടലൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഒന്നും കറിക്ക് തേങ്ങയൊന്നും അരക്കണില്ല, കടല ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവേനി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ നല്ല തിരക്കേക്കാറില്ലല്ലേ. ഇനിയിപ്പോൾ ഹസ്ബൻഡുമാരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കുള്ള ചോറും റെഡിയാക്കണം, കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കണം, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം, ഒക്കെ രാവിലെ ഇങ്ങോട്ട് ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ജോലി നമ്മൾ കണ്ണിൽ കാണണം. അപ്പോഴുള്ളൂ പെട്ടെന്ന് നമ്മളെ ജോലികൾ തീർക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് നൂൽപുട്ട് റെഡി ആയിട്ടോ. ഇനി ഞാൻ പിന്നെ 2ാമത്തെ ട്രിപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള കാബേജ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കാബേജ് എന്താ ഇങ്ങനെ അരിയണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ചോപ്പറിൽ ഇട്ടാൽ പെട്ടെന്നാവും. ഇതേപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചോപ്പറിലിട്ടിട്ടൊന്ന് പിന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാബേജ് അരിഞ്ഞു കിട്ടും. കത്തി കൊണ്ട് നല്ലോണം ഉഷാറായിട്ട് അരിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ കത്തി കൊണ്ടൊക്കെ അരിയുമ്പോൾ സമയമെടുക്കും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്യൽ. ഈ ഒരു ചോപ്പർ നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ്. സവാള അരിയാനും അതേപോലെ ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇതാ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേന് കേട്ടോ. കുറഞ്ഞ റേറ്റ് ഉള്ളൂ, 167 റുപ്യ തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഗ്രോസ് സ്റ്റോറത്തെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.
ഇത് നമ്മൾ വീട്ടമ്മമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ കേബേജൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അരിഞ്ഞല്ല, ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ 2 ട്രിപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒക്കെ കൂടെ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ട് വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും ഞാൻ ഇട്ടിട്ട് ഇതാ അതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കത്തിയോണ്ട് കൊത്തി അരിയില്ലേ, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരിക്ക് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചോറ് വെന്തിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം. ചോറ് വെന്താൽ എന്തായാലും അടുപ്പിൽ കനലുണ്ടാവും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഗ്യാസുമ്മ വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തിട്ട് അടുപ്പത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നൂൽപുട്ടും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നൂൽപുട്ട് ഇതാ ലാസ്റ്റ് ട്രിപ്പായിട്ടുണ്ട്. ഇപ്പോൾ നൂൽപുട്ടും തേങ്ങാപ്പാലും അടിപൊളി കോമ്പിനേഷനാട്ടോ. പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റില്ല. ഇവിടെ എൻ്റെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. നൂൽപുട്ടിക്ക് തേങ്ങാപ്പാൽ പിന്നെ അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കഴിക്കണത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളുള്ള ദിവസമാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. വീട്ടിലാകുമ്പോൾ പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കില്ല. അത് എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ കാരണം മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ സ്കൂളുള്ള ദിവസം ഉണ്ടാക്കുള്ളൂ അല്ലേ. അപ്പോൾ നൂൽപുട്ടൊക്കെ ചുട്ട് പാത്രത്തിലേക്ക് ആക്കി വെച്ച് പിന്നെ ഞാൻ പോയിട്ട് ചോറ് ഊറ്റിട്ടോ. ചോറ് വെന്തിട്ടുണ്ടേന് ഇനി ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അതേപോലെ മുട്ടയും പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തേക്ക് പിന്നെ ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കൊണ്ടുവന്നതാട്ടങ്ങട്ട്. പിന്നെ ഒരു 3 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ട പൊരിക്കുമ്പോഴേ ഒരു സ്പൂൺ പാലുണ്ടെങ്കിൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടക്ക് നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതേപോലെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം മുട്ട പൊരിച്ചത്. ഇനി ചില്ലി ഫ്ലെക്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ മുട്ടയും പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ഒക്കെ കൂടെ ഒരു മുട്ടായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് കഷ്ണം വെട്ടിയെടുത്താലൊക്കെ മതി. അപ്പോൾ ഇനി ഓരോരുത്തർക്കും ഓരോന്നെന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ആൾക്കാരാണ് കേട്ടോ സ്കൂൾക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളെ മഞ്ജുമോളാണ് ചോറ് കൊണ്ടുപോകുന്ന ആൾ. മറ്റൊരു പിന്നെ കൂട്ടാൻ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അവർക്ക് ഓരോ സ്കൂളിൽ പിന്നെ ചോറിന് കൂട്ടാനും ഉപ്പേരിയും ചോറും ഒക്കെ സ്കൂളിൽ തന്നെ കിട്ടും. അപ്പോൾ ഓരെന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ടയും ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മുട്ട പൊരിച്ചെടുക്കുന്ന ഫ്രൈ പാന് നമ്മൾ ഒരുപാട് കൂട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിയതുകൊണ്ട് എനിക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ നല്ല ഫ്രൈ പാനാണ് ഇട്ടത്. ഇത് നമുക്ക് വിറകടുപ്പുമ്മൽ വെക്കാം, കറണ്ട് അടുപ്പുമ്മ വെക്കാം, ഗ്യാസുമ്മ വെക്കാം, എന്തുമ്മ വേണമെങ്കിലും കുക്ക് ചെയ്യാം. നമ്മളിത് ഉപയോഗിച്ചാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല മയമുള്ള നല്ല പാനായി മാറും കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ പോലെ ആവും. അടിയിലൊന്നും അങ്ങനെ പിടിക്കുക ഒന്നും ചെയ്യൂല. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഇതിങ്ങനെ ഉഷാറായി വരികയേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പുതിയതായിട്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചോളേണ്ടി കേട്ടോ. നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ 3 ആൾക്കുള്ള മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു പാനിക്ക് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമ്മളിവിടെ പിന്നെ കേബേജൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിക്ക് തേങ്ങ ചെരുവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് വന്നിട്ട് നമ്മൾ കടലക്കറി ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ചട്ടിക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി അരിഞ്ഞെടുത്താൽ മതി. ചെറിയുള്ളി തൊലി കളയാൻ മടിച്ചിട്ടാണ് കേട്ടോ. ചില സമയത്ത് അങ്ങനെ ഒരു മടിയാണ്. അപ്പോൾ സവാള ആകുമ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ, അത് വിചാരിച്ചിട്ടാട്ടോ. ചെറിയുള്ളിയാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലക്കറി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആ എണ്ണയ്ക്ക് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ നമ്മളെ കറിക്ക് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. എരിവ് കൂടിപ്പോയാൽ പിന്നെ മക്കൾ കഴിക്കില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആവും, അടിയിലൊന്നും അങ്ങനെ പിടിക്കുകയൊന്നും ചെയ്യൂല എന്നുള്ളത്. അപ്പോൾ ഉപ്പേരിയൊക്കെ നല്ലോണം വെന്ത് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു. ഇനിയിപ്പം മഞ്ജുമോൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കാം കേട്ടോ. മഞ്ജുവിന് ക്ലാസ്സിന് പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട ചോറ് ഓവറായി എന്നാട്ടോ പറഞ്ഞത്. പിന്നെ ഇന്നലെ ചോറ് കഴിച്ചിട്ട് പോയില്ല പറഞ്ഞിട്ട് കുറച്ച് ചോറും കട്ടന്നെ ബാക്കി കൊണ്ടുവന്നീനി. നമ്മളുമ്മമാർ കുട്ടികൾ ചോറ് നല്ലോണം കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് നല്ലോണം ഇട്ട് കൊടുക്കും, വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഒരു കൊണ്ടുവരും ചെയ്യും. അപ്പോൾ അതിന് അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഓരോട് ചോദിച്ചിട്ട് ഒരു കഴിക്കണതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഭാഗത്ത് കുറച്ച് കാബേജ് ഉപ്പേരി ഇട്ട് കൊടുത്തു, മറ്റേ ഭാഗത്ത് മുട്ട പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ് കേട്ടോ ഓക്ക് ചോറിനുള്ള കൂട്ടാൻ. പിന്നെ മറ്റവർക്ക് രണ്ടാൾക്കും ഉപ്പേരി വേണ്ട, വെറും മുട്ട മാത്രം മതി പറഞ്ഞു. അവർക്ക് സ്കൂളിലുണ്ടാവും കറി ഉപ്പേരിയൊക്കെ. അപ്പോൾ ഓർക്കുള്ളതും പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ആക്കാൻ. വെള്ളം ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ തിളപ്പിച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വെള്ളം രാത്രി തിളപ്പിച്ച് വെക്കലേനി, എന്നാൽ പിന്നെ രാവിലെ വെള്ളം ചൂടാറാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സ്റ്റീലിൻ്റെ ബോട്ടിലാവുമ്പോൾ പിന്നെ ചൂടാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ചൂടുള്ളത് ഒട്ടും ചൂടുള്ളത് നമ്മൾ ആക്കി കൊടുക്കരുത്. ഇനിയിപ്പോൾ കുറഞ്ഞ ചൂടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിലും അത് കേടാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് വേഗം കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കും കുറഞ്ഞ ചൂടൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ, അതൊക്കെ കഴുകി വെച്ച് എന്നിട്ട് ഞാൻ മുറ്റം അടിച്ചു വരാൻ വന്നതാട്ടോ. അങ്ങനെ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് മുല്ലപ്പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വിരിയാൻ തുടങ്ങിയിട്ട്. രാത്രിയൊക്കെ മുറ്റത്ത് കണ്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ എന്താ സ്മെല്ല് അറിയോ, ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോഴേ നല്ല സ്മെല്ലേക്കാരം കേട്ടോ. അതേപോലെ ഈ ഒരു സമയത്തും ഒക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ കുറച്ച് പൂവ് ഞാൻ പറിക്കും, എന്നിട്ട് അത് കോർത്തിട്ട് നമ്മൾ ഐഫക്കുട്ടിക്ക് സ്കൂൾക്ക് പോകുമ്പോൾ മുടിമ ചൂടി കൊടുക്കും. കുറച്ച് ഈ വള്ളിമ തന്നെ വെക്കും കേട്ടോ. പിന്നെ കുറച്ച് എടുത്തിട്ട് അതേപോലെ നമ്മളെ കിച്ചണിലും അകത്തൊക്കെ കുറേശ്ശെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും, നല്ല സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് വേഗം കോർത്ത് വെക്കും വേണം. നമ്മളെ ഐഫക്കുട്ടി മദ്രസക്ക് പോയിക്കാട്ടോ, മദ്രസിട്ട് വരുമ്പോൾ മുടിമ ചൂടി കൊടുക്കണം സ്കൂൾക്ക് പോകുമ്പോൾ. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നൊക്കെ സ്കൂളിലൊക്കെ പോണ സമയത്ത് നമ്മളെ വീട്ടിൽ മുല്ലപ്പൂവൊന്നും ഇല്ലേനി, എന്നാലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മുല്ലമൊട്ടൊക്കെ പറിച്ചുകൊണ്ടിരുന്ന് രാത്രി തന്നെ കോർത്ത് വെക്കും. എന്നിട്ട് രാവിലെ സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ഇതേപോലെ തലയിലൊക്കെ ചൂടിയിട്ട് പോകും. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ അങ്ങനെ വരും കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ അകത്തേക്ക് കയറിയിട്ടൊന്നുമില്ല, പിന്നെ സൂചി നൂലൊന്നും എടുക്കാൻ. ഞാനിങ്ങനെ ഈ തെങ്ങിൻ്റെ ഓലൻ്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പറിച്ചിട്ട് അയിമലാണ് കേട്ടോ ഇത് കോർത്തെടുക്കണത്. ഞാൻ അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടിട്ടാണ്ട് കോർക്കണത്. 4 എണ്ണം വെച്ചിട്ടാകുമ്പോൾ നല്ല ഉണ്ടയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ സമയമല്ല, ഇപ്പോൾ കുറേ അയക്കണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാ ഇത്ര ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അത് കുറച്ച് കിച്ചണിൽ വെക്കും, കുറച്ച് ഇവിടെ ഹാളിൽ വെക്കും, കുറച്ച് നിസ്കാരപ്പായിലും കൊണ്ടുപോയിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ പണി. അങ്ങനെ ഐഫക്കുട്ടീൻ്റെ തലയിൽ അതൊക്കെ കുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഒപ്പമല്ല കുട്ടി വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിട്ട് എനിക്ക് വേണം മുല്ലപ്പൂ ചോദിച്ചു. അപ്പോൾ ഓള് വേണം പറഞ്ഞതാണെങ്കിൽ ഞാൻ അപ്പോൾ തലയിൽ ചൂടിയും ചെയ്ത്. അപ്പോൾ നാളെ ഞാൻ കോർത്ത് വെക്കണ്ടെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ അവളോട്. പിന്നെ ഞാൻ പറഞ്ഞ ഇലയിലുള്ളത് ഞാൻ പിന്നെ കോർത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു വേണ്ട നാളെ നിങ്ങൾ കോർത്ത് വെക്കോണ്ടി എന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടീൻ്റെ തലയിൽ നമ്മൾ ചൂടി കൊടുത്തില്ല, അല്ലെങ്കിൽ കഴിയുമ്പോൾ ഒരു കഷ്ണം എടുത്താൽ മതിയേനു. അപ്പോൾ വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് എന്നല്ലേ. അങ്ങനെ ഒരു രണ്ടാളും പോയി. പിന്നെ നമ്മളെ ജുബിത്താത്താക്ക് മീൻ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ജുബിത്താത്താൻ്റെ വീട് കുറേ അപ്പുറത്താണ്. അപ്പോൾ നമ്മളെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് എന്നോട് വിളിച്ച് പറയും മീൻ വാങ്ങുമ്പോൾ നമുക്കും വാങ്ങുകൊണ്ടി പറയും. അപ്പോൾ നമുക്കിന്ന് മീൻ വാങ്ങണ്ട കേട്ടോ, നമുക്കിന്ന് ബീഫുണ്ട്. അപ്പോൾ ജുബിത്താത്ത വരും കുറച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും വലിയ പണികളൊന്നും ഇല്ല, നമുക്ക് ചോറും കൂട്ടാനൊക്കെ കഴിക്കണമല്ലോ. ഇനിയിപ്പോൾ ബീഫ് വെക്കണം, പിന്നെ അതൊക്കെ ചിഞ്ചുമോൾ അടിച്ചു വാരി തുടക്കും. അപ്പോൾ ഞാനത് കൊണ്ടുപോയി കൊടുത്തു വന്നു. എന്നിട്ട് ഇതാ നമ്മളെ തേങ്ങ വെയിലത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ, തേങ്ങ ഒരുവിധം ഉണക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല 2-3 വെയിലും കൂടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തേങ്ങ ആട്ടാനാവും. അങ്ങനെ അതൊക്കെ വെയിലത്തൊക്കെ ഇട്ട് വന്നു. എന്നിട്ട് ഇതാ ബീഫ് കട്ട് ചെയ്യാണ് ഇനി. ഉച്ചക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാനും ചിഞ്ചുമോളും മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല, രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ മുട്ടയൊക്കെ പൊരിച്ചാലൊക്കെ മതി. പക്ഷേ വൈകുന്നേരം കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം
ഇനിയിപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ സ്കൂളിട്ട് വന്നാൽ ചോറൊക്കെ കഴിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ വേഗം വന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി വൈകുന്നേരം തീ കത്തിക്കും വേണ്ടല്ലോ, അപ്പോൾ അടുപ്പിലൊക്കെ തീ എന്തായാലും ഉണ്ടേനും. അപ്പോൾ നമുക്ക് ആ ഒരു കത്തി കൊണ്ട് ബീഫ് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വലിയ എല്ലൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. എല്ലൊന്നും വെട്ടിയിട്ടിട്ടൊന്നും ഇല്ല, അത് അങ്ങനെ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബീഫൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ അതിലേക്കുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ചതച്ചും അരിഞ്ഞും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയപ്പോഴത്തേന് ബീഫത്തെ വെള്ളം പോയിട്ടുണ്ടേനും. അപ്പോൾ അതാ ഞാനൊരു മൺചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മണ്ണിന് ചട്ടിക്ക് ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ അങ്ങനെ വഴറ്റിയെടുക്കുകയെന്നല്ല ചെയ്യുന്നത്. ഇതേപോലെ പച്ചയിൽ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കാട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിന് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർക്കുക. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ബീഫ് എന്ന് പറയുന്നേക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തു. 1 സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് എന്തിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫുഡിന് ടേസ്റ്റ് കൂട്ടണ സംഭവമാണെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ അതാ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേനും, അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ നമ്മൾ പൊടിപ്പ് ചേർക്കണക്കാട്ടിലും ടേസ്റ്റ് കല്ലുപ്പ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അധികം കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ. ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യും, നല്ലതാണെന്ന് പറയാം. അപ്പോൾ ഒക്കെ കൂടെ ദാ നല്ലോണം കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളമൊക്കെ ബീഫിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുപ്പത്ത് തീയൊക്കെ കുറേയൊക്കെ കെട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഞാനൊന്നിങ്ങനെ അണച്ചൂട്ടി വെച്ചിട്ടുണ്ടായിനി കേട്ടോ ബീഫിൽ. പിന്നെ മസാലയൊക്കെ ചേർക്കണതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ അതാ വിറകൊക്കെ ഇപ്പോൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ചോറ് വെച്ച കലവും അതേപോലെ ഉപ്പേരി വെച്ച ചട്ടിയൊക്കെ കരിയുള്ളതുണ്ടായിനി പുറത്ത് കഴുകാൻ. അപ്പോൾ അതൊക്കെ പുറത്തൊന്നും കഴുകി വെച്ചു. പിന്നെ അകത്ത് ഉള്ള പാത്രങ്ങളൊക്കെ അകത്തും കഴുകി വെച്ചു. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ രാവിലെ ഒരു പടയാണ്, എന്നാലും കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒച്ചയും വിളി അനക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് തിളച്ചിട്ട് നല്ല സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വെള്ളമൊക്കെ അതാ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് തുണികളൊക്കെ അരക്കാണ്ട്, അപ്പോൾ ഞാൻ പിന്നെ തുണികളൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ നമുക്ക് അന്ന് ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കലും അപ്ലോഡിങ്ങൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ അത് നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടേനും. അപ്പോൾ ഇനി അതൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതവിടെ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് സവാള അരിഞ്ഞതൊക്കെ ചേർത്തിനി, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് വരട്ടിക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, അത് അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ ബീഫൊക്കെ നമ്മൾ കുറേ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിലും കഴിക്കുന്ന സമയത്തൊന്ന് ചൂടാക്കണം, അപ്പോഴുള്ളൂ നമുക്ക് കഴിക്കുമ്പം കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കഴിക്കുമ്പം ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോൾ കഴിക്കുമ്പോഴും ബീഫ് കഴിക്കുമ്പോൾ ചൂടാക്കി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു പാത്രത്തേക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇതാ ബീഫ് ഒരു ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനും ചിഞ്ചുമോളും തന്നെ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമുക്ക് രാവിലത്തെ കടലക്കറി ഉണ്ടായിനും, അതെടുത്തിട്ടുണ്ട്. അതേപോലെ കാബേജ് ഉപ്പേരി ഉണ്ടായിനും. അപ്പോൾ അതൊക്കെ മതി നമുക്ക് കഴിക്കാൻ. പിന്നെ മോരുകറിയാണ് പിന്നെ ബീഫിൻ്റെ ഒപ്പം കോമ്പിനേഷന്. അപ്പോൾ ഇനി നമുക്ക് കറി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇനി വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ വല്ല മുരിങ്ങയൊക്കെ താളിക്കുകയാണെങ്കിലും ബീഫിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 2:30-2:45 കഴിക്കണം കേട്ടോ സമയം. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് നോക്കി, ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഒന്ന് കടന്നു. പിന്നെ ഇതാ കിച്ചണിൽ വീണ്ടും കയറി. അപ്പോൾ ഞാനിതാ നുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. കാരണം വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടുതലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നുറുക്കിൻ്റെ റെസിപ്പി നമുക്ക് എന്തായാലും ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് നമ്മൾ പിന്നെ വെറും അരിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ല കറുമുറൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ FB പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.